ഒരു കത്തോലിക്ക ദേവാലയത്തിൽ, അതും കേരളത്തിൻ്റെ അകത്ത് ഒരു സ്വവർഗ വിവാഹം നടന്നു എന്ന് കേട്ടാൽ അത്ഭുതപ്പെടാത്ത ആരാണുള്ളത്? ഏതൊരു കത്തോലിക്കനെയും വിഷമിപ്പിക്കുന്ന ആ വാർത്ത ഒരു കത്തോലിക്കനായ ഞാനും കേട്ടപ്പോൾ ആദ്യമായി അത്ഭുതമാണ് ഉണ്ടായത്. അത് മറ്റെങ്ങുമല്ല, നമ്മളെല്ലാം പരിചിതമായ കേരളത്തിലെ ഒത്തിരി വിവാദങ്ങൾ സൃഷ്ടിച്ച് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന കൃപാസനം എന്ന് പറയുന്ന ഒരു ദേവാലയത്തിലാണ് എന്നുള്ളത് തികച്ചും വിചിത്രമാണ്. ഇന്നലെ ഞാൻ ഫോൺ തുറക്കുമ്പോൾ എനിക്കൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ്. അതിങ്ങനെയായിരുന്നു: മനു ജെബിൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: 2018 ജനുവരിയിലാണ് ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഉടമ്പടി ചുമ്മാ തമാശയായി മാത്രമാണ് കണ്ടത്. നടക്കുവാണേൽ നടക്കട്ടെ എന്ന് കരുതി 6 നിയോഗങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ചു. എൻ്റെയും ഇച്ഛയുടെയും കല്യാണം നടത്തി തരണം, ഞങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞു തന്നെ നടക്കണം, മൂന്നാമത്തെ മരണം കൊണ്ടല്ലാതെ വേർപെടുത്തരുത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് 6 വിഷയങ്ങൾ അദ്ദേഹം വെച്ചു. അതിൽ ഒന്നാമത്തെ വിഷയം അദ്ദേഹത്തിൻ്റെയും ഈ ജെബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും മനുവിൻ്റെയും 2 പുരുഷന്മാരുടെ വിവാഹം നടത്തി കിട്ടണം. 2, ഞങ്ങളുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സമ്മതപ്രകാരമായിരിക്കണം, മരണം കൊണ്ടല്ലാതെ അവരെ തമ്മിൽ വേർപെടുത്തരുത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. മറ്റ് 3 വിഷയങ്ങളും അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിൽ തുടർന്നു. ആ വർഷം തന്നെ ഇന്ത്യയിൽ പുതിയ നിയമം വന്നു, 2018 തന്നെ. ശേഷം 2 കപ്പിൾസ് റിലീവ് ചെയ്തു. 2023 ജനുവരി 1 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നീണ്ട 7 വർഷത്തെ കാത്തിരിപ്പിൽ സമൂഹം അറിഞ്ഞ് ഞങ്ങൾ ഒന്നായി. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തില് സ്വവർഗ വിവാഹം പരസ്യമായി യൂട്യൂബിലൂടെ പ്രഖ്യാപിച്ച 3ാമത്തെ കപ്പിൾ, അല്ലെങ്കിൽ യുവാക്കളിൽ 3ാമത്തെ കപ്പിൾ എന്ന് പറയപ്പെടുന്ന മനു ജെബിൻ, ആ 2 വ്യക്തികളാണ്. ഇവർ 2 പേരും ഒരുപാട് ഒരുമിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ടുകളുണ്ട്. സോഷ്യൽ മീഡിയ പല രീതിയിൽ പ്രതികരിച്ച ഈ പറയുന്ന വ്യക്തികളുടെ അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ മാത്രമാണ് ഈ ജെബിൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് കൃപാസനത്തിൽ ഉടമ്പടി വെച്ചതിന് ശേഷമാണ് അവരുടെ വിവാഹം നടക്കുന്നതെന്നും 7 വർഷത്തെ പ്രണയാനന്തരം ആണ് ഈ വിവാഹം നടക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇത് വെറും ഒരു പോസ്റ്റിന്റെ ബലത്തിൽ നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളാകട്ടെ യൂട്യൂബ് ചാനലാകട്ടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. സെക്സി വീഡിയോസ് ഒത്തിരി, ഇവർ തമ്മിലുള്ള 2 പുരുഷന്മാർ തമ്മിലുള്ള വീഡിയോസ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഒരുമിച്ച് വിവാഹം നടത്തിയ മാലയിട്ടിട്ടുള്ള ഫോട്ടോസും അങ്ങനെയുള്ള പലതും കാണാൻ സാധിക്കും. പരസ്പരം ഒരുമിച്ചുള്ള വീഡിയോകളും ഇന്റർവ്യൂകളും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ അനേക കൃപാസനത്തിന്റെ പോസ്റ്റുകളും നമുക്കത് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇദ്ദേഹം കൃപാസനത്തിന്റെ കാശ് രൂപം ധരിച്ചിരിക്കുന്നു, കൊന്ത എപ്പോഴും കയ്യിൽ കരുതുന്നു. പ്രാർത്ഥനകൾ, കൃപാസനം ഉടമ്പടി പ്രാർത്ഥനകൾ, മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനകൾ ഇദ്ദേഹത്തിന്റെ വോയിസിൽ തന്നെ ചൊല്ലി അതിന്റെ വീഡിയോ ആക്കി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അനേക വീഡിയോകൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇത് വെറും ഒരു പോസ്റ്റ് മാത്രമാണോ? ഇദ്ദേഹം തന്നെ ഈ കൃപാസനത്തിൽ ചെന്നിരിക്കുന്ന അനേക വീഡിയോകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ സ്ഥിരം അവിടുത്തെ ഒരു വിസിറ്റർ ആണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, കൃപാസനത്തില് മാതാവിനോടുള്ള റാലികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ കാണുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഒന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. ഈ പറയുന്ന ജെബിൻ ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ കേൾക്കുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ നമ്പറിൽ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു ഒന്ന് കോൾ ചെയ്യാം, ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് അറിയാനുള്ളൊരു ശ്രമം ഞാൻ നടത്തി. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം, ഒരു കത്തോലിക്ക ദേവാലയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന, എന്നാൽ ക്രിസ്തുവുമായി, കാത്തലിക് വിശ്വാസവുമായി, CCCയുമായി അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിലും യാതൊരുവിധ യോജിപ്പുമില്ലാത്ത, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാനയ്ക്കെതിരെ നിൽക്കുന്ന ഈ കൃപാസനം ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയിപ്പിക്കാതിരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇനി അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഈ പറയുന്ന കൃപാസനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കൃപാസനത്തിൽ നിന്നും
അച്ചടിച്ചു വിടുന്ന പുസ്തകത്തിൽ തന്നെ ഇത്തരം ക്രിസ്ത്യാനിയെ കളിയാക്കുന്ന തരത്തിൽ ഒരു വിഗ്രഹം, ഒരു കാശുരൂപം വെച്ചിട്ട് ഒരു JCBയെ വലിച്ചു കയറ്റി എന്നൊക്കെ പറയുന്ന വിഗ്രഹം മയമായി നിൽക്കുന്ന ഒരു സാക്ഷ്യമാണ് പലപ്പോഴും കൃപാസനത്തിൽ നിന്നും വീഡിയോകൾ വഴി നമ്മൾ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ സ്വവർഗ വിവാഹം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസത്തെ പല വാർത്തകളിലൂടെ പലരും കേട്ടറിഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ ജർമ്മനിയിലും വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പല ചർച്ചകളിലും സ്വവർഗ വിവാഹങ്ങൾ നടക്കുന്നു, ആശീർവദിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള പല മേഖലകൾ, പല വാർത്തകൾ. വത്തിക്കാൻ തന്നെ ഇത് അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യവുമൊക്കെ ഇന്ന് പലപ്പോഴും വിവാദങ്ങൾ ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ജെബിൻ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവിടെ ഒരു സാക്ഷ്യം പറയിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ ഏകദേശം 35 രാജ്യങ്ങളാണ് സ്വവർഗ വിവാഹം അനുവദിച്ചിരിക്കുന്നത് ലോകത്ത്. അതിൽ തന്നെ 28ഓളം രാജ്യങ്ങൾ ക്രിസ്തീയ രാജ്യങ്ങളാണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ്. അതിലും വലിയൊരു കണക്ക് 19 രാജ്യം കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണെന്നുള്ളത് അതിൽ കൂടുതൽ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു വാർത്ത തന്നെയാണ്. ഏകദേശം 7 രാജ്യങ്ങൾ ലൂതറൻ സഭകളുടെയും മറ്റ് 2 രാജ്യങ്ങൾ മറ്റ് സഭകളുടെയുമായിട്ട് ഭൂരിപക്ഷമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ അർജന്റീന, ബ്രസീൽ, കാനഡ, ചിലി, കൊളംബിയ, കോസ്റ്റാറിക്ക, അങ്ങനെ പലവിധ രാജ്യങ്ങളിൽ, അങ്ങനെ പല രാജ്യങ്ങളും കത്തോലിക്ക ഭൂരിപക്ഷമുള്ള അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ, ഇങ്ങനെ പല രാജ്യങ്ങളും കത്തോലിക്ക ഭൂരിപക്ഷമാണ്. എന്നാൽ 7ഓളം ലൂതറൻ സഭകൾ ഭൂരിപക്ഷമായി നിൽക്കുന്ന രാജ്യങ്ങളും ഈ പറയുന്ന സ്വവർഗ വിവാഹം അനുവദിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരുപക്ഷെ ജെബിൻ ഈ ഒരു കണക്കായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ 35 രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണക്കുകളായിരിക്കാം ഒരു കത്തോലിക്കർ, ക്രിസ്തീയ വിശ്വാസം ഈ പറയുന്ന സ്വവർഗ വിവാഹം അനുവദിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. എൻ്റെ ബലമായ സംശയം, ഈ സാക്ഷ്യം പറയാൻ ചെന്നപ്പോൾ ഇവിടെയുള്ള കൗൺസിലേഴ്സോ അല്ലെങ്കിൽ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോ ഈ പയ്യന് എന്തുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഇവന്റെ വിശ്വാസത്തെ തിരുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇടവക ദേവാലയത്തിലെ പുരോഹിതരോ കുടുംബമോ എത്രത്തോളം ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് എത്രത്തോളം നടന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇനി എന്ത് തന്നെ ആകട്ടെ, ഇവരെല്ലാം ആവത് ശ്രമിച്ചിട്ടും ഇത് നടക്കാത്തതാണെങ്കിൽ ഒരുപക്ഷെ ജെബിൻ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 1-2 വിഷയങ്ങൾ. എന്തായാലും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തൊരു വ്യക്തി അനേകമായി ബൈബിള് വായിക്കുമെന്നും അനേകമായി പ്രാർത്ഥിക്കുമെന്നും മാതാവ് ആ വ്യക്തിയെ ക്രിസ്തുവിനോട് അടുപ്പിക്കുമെന്നും ഒക്കെ പറയുന്നത് തികച്ചും സത്യമല്ല എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്നും വ്യക്തമാകും. ഒരു വ്യക്തിയുടെ കാര്യം മാത്രം എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യുക അസാധ്യമാണ്. എങ്കിലും തികച്ചും ക്രിസ്തീയ വിശ്വാസത്തിനെതിരായി കൃപാസനം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാം. കഴിഞ്ഞ പല വീഡിയോയിലൂടെ തെളിവുകൾ സഹിതം, വിശുദ്ധ ബൈബിളിന്റെ തെളിവുകളടക്കം, CCCയുടെ തെളിവുകളടക്കം നമ്മളത് കൃത്യമായി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ആരെങ്കിലും ആ വീഡിയോ കേട്ടിട്ടില്ലെങ്കിൽ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോകൾ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. സ്വവർഗ വിവാഹത്തെക്കുറിച്ച് എന്താണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്? റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 24 മുതൽ വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇന്ന് കൃപാസനത്തിൽ വ്യത്യസ്തമല്ല, അനേക വിഗ്രഹങ്ങൾ മാതാവിൻ്റെതെന്ന് കബളിപ്പിച്ചു പറയുന്ന ഒരു ചാര വിഗ്രഹമാണ് പ്രധാനമായും കൃപാസനത്തിൽ ഇരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അമ്മയായ മാതാവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു ചാര വിഗ്രഹം വെച്ച് ആ വിഗ്രഹത്തോടാണ് കൃപാസനം ഉടമ്പടി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഉടമ്പടികൾ ഒരു വ്യക്തിയെ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ജെബിന്റെയും മനുവിന്റെയും ജീവിതം. പ്രിയമുള്ളവരെ, ഇവിടെ വചനം എന്താണ് പറഞ്ഞത്? അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം, സ്വർഗത്തിലിരിക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വം എന്തു ചെയ്തു? നശ്വരനായ മനുഷ്യന്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹത്തിന് കൈമാറി. ഇവിടെയുള്ള ഹൃദയത്തിന്റെ ഭാഗത്ത് ഒരു ക്ലോക്ക് സ്ഥാപിച്ച ഒരു വിഗ്രഹത്തിന് ഈ ദൈവമഹത്വം മുഴുവൻ കൈമാറി.
യേശുക്രിസ്തുവിന്റെ അമ്മയായ മാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് VP അച്ഛൻ ഇവിടെയുള്ള ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ ചാരവിഗ്രഹത്തിന് മാതാവിന്റെ സാന്നിധ്യം കൈമാറിക്കൊണ്ട് അവിടെ ചെയ്യുന്നത്. എല്ലാവരും ഉടമ്പടി ചെയ്യുന്നത് ഈ ചാരവിഗ്രഹത്തോടാണ്. ഞാൻ പല പോസ്റ്റുകളിൽ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ പല തികഞ്ഞ കത്തോലിക്കരും അതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്തു, അയ്യോ ഞങ്ങൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളായി അവിടെ പറയുന്ന എല്ലാ ഉടമ്പടികളും ഈ പറയുന്ന ചാരവിഗ്രഹത്തോടാണ് എന്ന് 100% ഉറപ്പാണ്. കാരണം ആ വിഗ്രഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഈ ഉടമ്പടി പത്രിക കൊണ്ടുപോയി മുട്ടിക്കുക, അതിനെ ഉമ്മ വയ്ക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക, മാതാവിന്റെ തിരുസന്നിധിയിലാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്ന് അവരുടെ പുസ്തകത്തിൽ തന്നെ അച്ചടിച്ച് എഴുതി വെക്കുക. ഇതെല്ലാം ഉണ്ടായിട്ടും മൊണ്ണക്കുഞ്ഞാടുകളായ മാതാവിനോടല്ല ഈ ഉടമ്പടി, പകരം യേശുവിനോടാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നു, എങ്ങനെയെങ്കിലും അതിന് വെള്ളയടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയമുള്ളവരെ, വചനം എന്ത് പറയുന്നു? വിഗ്രഹത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം കൈമാറാൻ ശ്രമിച്ചാൽ ദൈവം ഈ വിഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഇതിനോട് പോയി ഉമ്മ വയ്ക്കുമ്പോഴോ ഇതിൻ്റെ അടുത്ത് പോയി എൻ്റെ ഉടമ്പടി പറയുമ്പോഴോ എന്ത് സംഭവിക്കും? ദൈവത്തിന് പകരമായി ഈ വിഗ്രഹം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ വരുന്ന ഏറ്റവും വലിയ അപകടം എന്താണ് എന്നുള്ളത് അപ്പസ്തോലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരം പരസ്പരം അപമാനമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തെക്കാൾ അധികമായി, വിശുദ്ധ കുർബാനേക്കാൾ അധികമായി എന്ത് ചെയ്തു? ആ വിഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തു. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ പലരും വന്ന് പറയും, അങ്ങനെയൊന്നുമില്ല, മോനൊന്ന് കൃപാസനത്തിൽ പോയി നോക്കിയാൽ മതി എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഈ കൃപാസനത്തിൽ ഒരു നിത്യാരാധന ചാപ്പൽ ഉണ്ടെങ്കിലും ആ ചാപ്പലിൽ ഇരിക്കുന്ന മാതാവിൻ്റെതെന്ന് പറയപ്പെടുന്ന ചാരവിഗ്രഹത്തിന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, മാലടിയിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടി മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവത്തെക്കാൾ അധികമായി ഇവർ വിഗ്രഹത്തിന്, മനുഷ്യന്റെ രൂപത്തിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് എന്താ? പരസ്പരം അപമാനമാക്കുന്നതിന് ദൈവം തന്നെ അവരെ വിട്ടുകൊടുത്തു എന്നാണ് 24-ാം വാക്യം പറയുന്നത്. 25-ാം വാക്യം പറയുന്നു, എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. 26-ാം വാക്യം ശ്രദ്ധിക്കുക. അക്കാരണത്താൽ, എന്തുകൊണ്ട്? ഏത് കാരണത്താൽ? ആ വിഗ്രഹത്തിന് പിന്നാലെ പോയതുകൊണ്ട്, ആ വിഗ്രഹത്തെ നമിച്ചതുകൊണ്ട്, ആ വിഗ്രഹത്തെ തൊട്ടുമുത്തി, ആ വിഗ്രഹത്തെ വണങ്ങി, ആ വിഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട്, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഒരുപക്ഷെ ഈ ജെബിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും. ഈ വിഗ്രഹത്തിന് പൂജ ചെയ്ത് ഈ വിഗ്രഹമാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് ഇക്കാരണത്താൽ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. വീണ്ടും പറയുകയാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. സ്ത്രീകളുടെ കാര്യം ഇവിടെ പറയുന്നത്. വീണ്ടും അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. പുരുഷർ പരസ്പരം വിവാഹം കഴിക്കുന്നു, പരസ്പരം ലജ്ജാകരമായ പ്രവൃത്തിയിൽ, അതായത് പ്രകൃതിക്ക് വിരുദ്ധമായി ഒരു പുരുഷൻ പുരുഷനെ, ഒരു സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഇത്തരം മ്ലേച്ഛകരമായ പ്രവർത്തികളിൽ ഏർപ്പെടും. എങ്ങനെ? വിഗ്രഹത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം കൈമാറിയാൽ, വിഗ്രഹത്തെ പൂജിച്ചാൽ, വിഗ്രഹത്തെ വണങ്ങിയാൽ, വിഗ്രഹത്തെ നമിച്ചാൽ, ഇങ്ങനെ ഈ വിഗ്രഹത്തിന് മാലയിട്ട് ഈ വിഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള അപ്പസ്തോലന്റെ താക്കീതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സമാനത, ദൈവത്തെ വണങ്ങേണ്ടത്, ദൈവത്തെ പൂജിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത് നീ വിഗ്രഹത്തിന് കൈമാറിയോ, ഒരു ചാര വിഗ്രഹത്തിന് കൈമാറിയോ, തീർച്ചയായും നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യം നിന്ദ്യമായ വികാരത്തിന് അവരെ വിട്ടുകൊടുക്കുമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ദൈവം തന്നെ അപ്പസ്തോലനായ പൗലോസിലൂടെ റോമാലേഖനം 1-ാം അധ്യായം 23 മുതൽ 26 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുക. ജെബിന് എന്ത് സംഭവിച്ചു? ഈ മനു ഒരു വിജാതീയനാണ് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ ഈ ജെബിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്
വളരെ വ്യക്തമായി ഇവിടെ വചനം പറയുന്നു, വിഗ്രഹത്തിന് ദൈവ സാന്നിധ്യം കൈമാറിയാൽ ഇത് സംഭവിക്കും. പ്രിയമുള്ളവരെ, ജബിന്റെ പല വീഡിയോകളിലും ഞാൻ പരിശോധിച്ചപ്പോൾ കൃപാസനത്തിന്റെ കാശുരൂപം അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. കയ്യിൽ കൊന്തയുണ്ട്, ആ കൊന്തയിലും ഇത്തരം കാശുരൂപങ്ങളുണ്ട്. കൃപാസനം പത്രമെടുത്തൊന്ന് വായിച്ചാൽ നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ. ഓരോ പത്രത്തിലും ഈ വിഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം കിട്ടിയത്, കാശുരൂപം വെച്ചപ്പോൾ സൗഖ്യം, ആ കാശുരൂപത്തിൽ നിന്ന് അത്ഭുതം, ഇങ്ങനെ നൂറുകണക്കിന് സാക്ഷ്യങ്ങളാണ് ഈ വിഗ്രഹത്തിലൂടെ സംഭവിച്ചതായിട്ട് കൃപാസന പത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. റോമാലേഖനം പറയുന്ന ദൈവത്തിന്റെ ആ ഒരു പ്രാധാന്യം ഈ പറയുന്ന വിഗ്രഹങ്ങൾക്കോ, ഈ വിഗ്രഹമാണ് അത്ഭുതം ചെയ്യുന്നത്, ഈ വിഗ്രഹമാണ് എൻ്റെ രോഗം മാറ്റിയത്, ഈ വിഗ്രഹമാണ് എനിക്ക് സൗഖ്യം നൽകിയത് എന്ന് ചിന്തിക്കുന്ന അനേകരുടെ നടുവിലേക്കാണ് ഈ പത്രങ്ങൾ സാക്ഷ്യമായിട്ട് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവർ നിന്ദ്യമായ വികാരത്തിന് അടിമപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരെ മുറവിളി വളരെ വലുതാണ്, കാരണം അവരുടെ പാപം ഗുരുതരമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് സോദോമിൻ്റെയും ഗൊമോറയുടെയും പാപത്തെ ശക്തമായിട്ടാണ് കാണുന്നത്. എന്താണ് സോദോമും ഗൊമോറയും ചെയ്ത പാപം? പുരുഷനെ വിവാഹം കഴിക്കുന്ന, പുരുഷനെ ലൈംഗികമായ വീഴ്ചയിൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ശക്തമായ ഗുരുതരമായ പാപമാണ് സോദോമിലും ഗോമോറയിലും സംഭവിച്ചതെന്ന് വ്യക്തമായി വിശുദ്ധ ബൈബിൾ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 19-ാം അധ്യായം അതിന്റെ 4 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരുടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ഇവിടെ ലോത്ത് വളരെ വിഷമത്തോടെ, വേദനയോടെ കാല് പിടിച്ച് അവരോട് അപേക്ഷിക്കും, എനിക്ക് 2 പുത്രിമാരുണ്ട്, പുരുഷന്മാരുടെ സ്പർശനമേക്കാത്ത 2 സ്ത്രീകളായ മക്കൾ എനിക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ അവരെ വിട്ടുതരാം, എങ്കിലും ഇത്തരം മ്ലേച്ഛമായ പ്രവർത്തികളിൽ നിങ്ങൾ ഏർപ്പെടരുത്. സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുത്. ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം, ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്, എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. എന്നാൽ ഈ പുരുഷന്മാർ, ഈ വന്ന ആ അതിഥികളെ തേടി വന്നവർ ഒരിക്കലും അത് കൈക്കൊണ്ടില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന നേർസാക്ഷ്യം. മാറി നിൽക്കൂ, അവർ അട്ടഹസിച്ചു, പരദേശിയായി വന്നവൻ ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നുവോ, അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറുമെന്ന് പറഞ്ഞ് ആ ജനം, ആലോചിച്ച് നോക്കുക, യുവാക്കൾ മാത്രമല്ല, യുവാക്കൾ തുടങ്ങി വൃദ്ധന്മാർ വരെ സോദോമിലുണ്ടായവർ ഒരുമിച്ച് വന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന സാക്ഷ്യം. എന്നിട്ട് ആ സോദോമിന് എന്ത് പറ്റി? സോദോമിനെ ദൈവം നശിപ്പിച്ചു, ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. അഗ്നി ഇറക്കി സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചൊരു ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സോദോമിന്റെയും ഗൊമോറയുടെയും പാപം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. 1 കൊരിന്തോസ് അതിന്റെ 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികൾ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സുവർഗഭോഗികൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇവിടെ സുവർഗഭോഗികളെ കൃത്യമായി അപ്പസ്തോലൻ എടുത്തു വച്ചിരിക്കുന്നു. കാരണം അന്ന് കൊറിന്തോസിലും വിവിധ രാജ്യങ്ങളിലും വിവിധ ദേശത്തും ഇത്തരം പ്രവർത്തികൾ, മ്ലേച്ഛ പ്രവർത്തികളിൽ ഏർപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പസ്തോലൻ വ്യക്തമായിട്ട് പറയുന്നത്, വിഗ്രഹാരാധകരും വ്യഭിചാരികളും സുവർഗഭോഗികളും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പറയുന്ന കൃപാസനം വിഗ്രഹാരാധനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ വിഗ്രഹാരാധനയുടെ ആഫ്റ്റർ എഫക്റ്റായി വ്യഭിചാരവും സുവർഗഭോഗവും വന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ജെബിൻ കഴിഞ്ഞ 7 വർഷമായിട്ടും ഈ തിന്മയിൽ നിന്നും അവന് പിന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇവന്റെ ജീവിത പങ്കാളി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഈ മനു എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷവും 1 മാസവും കഴിഞ്ഞു. ഒരു അപകടത്തിലൂടെ ഈ മനു മരണപ്പെടുകയും 1 വർഷത്തിന് ശേഷവും ഈ ജെബിന് ഈ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടും ഇപ്പോഴും ഇവന്റെ ഈ പാപമേഖല ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ ആസക്തി മാറിപ്പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പ്രിയമുള്ളവരെ,
ഈ വിഗ്രഹത്തിന്റെ പിന്നാലെ പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കെ, പഴയ നിയമത്തിൽ അനേക കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കെ, പുതിയ നിയമത്തിൽ ഇതാ റോമാലേഖനത്തിൽ കൃത്യമായി പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു, വിഗ്രഹത്തിന് ദൈവ സാന്നിധ്യം കൈമാറിയാൽ നീ സ്വവർഗഭോഗി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതാണ് നേരത്തെ പറഞ്ഞ ചില കണക്കുകൾ നമ്മെ കാണിച്ചത്. 35 രാജ്യങ്ങൾ സ്വവർഗ വിവാഹം അനുവദിച്ചപ്പോ അതിൽ 28ഓളം രാജ്യങ്ങൾ ക്രിസ്തീയ ദേവാലയങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള രാജ്യമാണ് 28 രാജ്യങ്ങൾ. അതിൽ തന്നെ 19ഓളം രാജ്യങ്ങൾ കത്തോലിക്ക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണെന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നതുമാണ്. പഴയ നിയമ കൽപ്പനയിൽ ലേവ്യരുടെ പുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം വളരെ ക്ലിയർ ആയ ഒരു കൽപ്പന കൊടുത്തിരിക്കുന്നത്, സ്ത്രീയോട് കൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാണ്, ദൈവം വെറുക്കുന്ന പാപമാണ്, ദൈവരാജ്യത്തിൽ നിന്നും പുറത്തു പോകുന്ന പാപമാണ്, ക്രിസ്തീയ വിശ്വാസം ഒരിക്കലും അംഗീകരിക്കാത്ത പാപമാണ്. എന്നാൽ നിങ്ങളൊന്ന് തിരിച്ചറിയുക, വത്തിക്കാനിൽ അനേക സമരങ്ങൾ നടക്കുന്നു. അനേക പുരോഹിതർ തന്നെ, ക്രിസ്തീയ പൗരോഹിത്യമുള്ളവർ തന്നെ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നു, ഇതിനെ അനുകൂലിക്കുന്നു, ഇത് നിയമമാക്കണമെന്ന് പറയുന്നു. പല ദേവാലയങ്ങളിലും, ജർമ്മനിയിലും പല ദേവാലയങ്ങളിലും ക്രിസ്തീയ ചർച്ചുകളിൽ ഇവർ ഒരുമിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വരികയും ഇവരെ ആശീർവദിക്കുകയും ചെയ്തതായിട്ട് അനേക കണക്കുകൾ, അനേക വാർത്തകൾ നമ്മെ ഞെട്ടിക്കുന്നു. ഇന്നിതാ ഈ കേരളത്തിലും എത്തിയിരിക്കുന്നു. എന്ത് തന്നെയായാലും ജെബിൻ ഉറച്ചു വിശ്വസിക്കുന്നത് കൃപാസനത്തിലെ ഈ ചാര കുഞ്ഞമ്മയുടെ അനുഗ്രഹമാണ് 7 വർഷം ഇവർ ഒരുമിച്ച് ജീവിക്കാൻ കാരണമായത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ജെബിനെ, ഇനിയെങ്കിലും നീ സത്യം തിരിച്ചറിയുക, ഈ പാപത്തിൽ നിന്നും തിരിച്ചു വരിക. ക്രിസ്തീയ വിശ്വാസം ഈ മ്ലേച്ഛതയെ അനുവദിക്കുന്നില്ല, ഇത് പാപമായി കരുതുന്നു, ഇത് തിന്മയായി കരുതുന്നു. ദൈവരാജ്യത്തിൽ കയറാൻ സാധിക്കാത്ത വണ്ണം അത്രയും മ്ലേച്ഛമായ ഒരു പാപമായി പഴയ നിയമപുസ്തകവും പുതിയ നിയമവാക്യങ്ങളും വ്യക്തമായി നമുക്ക് നൽകിയിരിക്കെ ഈ പാപത്തിൽ നിന്നും ഓടിയകലാൻ പ്രിയ മകനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഈ ജെബിൻ അവിടെ സാക്ഷ്യം പറയാൻ വന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ, അങ്ങനെ സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വചന പ്രഘോഷണങ്ങൾ ഈ തിന്മയ്ക്കെതിരായിരിക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല എന്ന് പരസ്യമായി പറയാൻ VP അച്ഛൻ ഉത്തരവാദിത്തപ്പെട്ടൊരു വ്യക്തിയല്ലേ? LGBTQ സംഘടനകളും അതുപോലെ ഇന്നുള്ള പല സയന്റിഫിക് ടെമ്പർ പിടിച്ച പല ആളുകളും ഇത് രോഗമാണ്, ഇതിന് വേണ്ടത് ആ ഒരു ചികിത്സയാണ് സ്വവർഗ വിവാഹം എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന ചില രീതികളുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന് പകരമായി വിഗ്രഹത്തിനോ മനുഷ്യനോ ദൈവത്വം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം തന്നെ ഇത്തരം നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ വചനം എഴുതി വച്ചിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതാ ദൈവത്തിന്റെ വചനത്തിൽ അത് കൃത്യമായി എഴുതി വച്ചിരിക്കുക. നമ്മളിന്ന് ഈ LGBT എന്നോ അല്ലെങ്കിൽ സ്വവർഗ വിവാഹം എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം കേരളത്തിലായിട്ടുള്ളൂ. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനു മുൻപേ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും കേരളത്തിൽ ഇത് കൂടുതലായി കേട്ടുവന്ന് തുടങ്ങിയിട്ട് ഒരു 20 വർഷമേ ആയിട്ടുള്ളൂ. 2018 ശേഷമാണ് ഇന്ത്യയിൽ പോലും ഇതിനൊരു അലൗഡ് ആയിട്ടുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു രീതി പോലും വന്നത്. എന്നാൽ ഇപ്പോഴും ഇന്ത്യ ഇതൊരു വിവാഹ ജീവിതമാണെന്നോ ഇതൊരു ദാമ്പത്തിക ബന്ധമാണെന്നോ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഇത് രോഗമാണോ? ഇതൊരു രോഗമായിട്ടാണോ പരിഗണിക്കേണ്ടത്? അല്ല. കാരണം ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, ഇത്തരം നിന്ദ്യമായ മ്ലേച്ഛമായ പ്രവൃത്തിയിലേക്ക് ദൈവം അവരെ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ദൈവവചനത്തിന് വിരുദ്ധമായ ഇത്തരം പാപമേഖലകളിലേക്ക് പോകുമ്പോൾ സാത്താൻ നമ്മളിൽ അധിവസിക്കുകയും ആ സാത്താൻ്റെ പ്രവർത്തനത്താൽ ഇത്തരം മ്ലേച്ഛമായ രീതികളിലേക്ക് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പ്രകൃതി വിരുദ്ധമായ രീതിയിലേക്ക് കടന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. സ്വന്തം ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കൃപാസനത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ജെബിൻ തന്നെ ഇത്തരം ഒരു പാപമേഖലയിൽ 7 വർഷം കഴിഞ്ഞിട്ടും ഇവനെ പിന്തിരിപ്പിക്കാനോ ഇവനെ എതിർക്കാനോ ഒരു വീഡിയോ പോലും ഇന്ന് വരെ കൃപാസനത്തിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത്
കൃത്യമായി ഈ വിഗ്രഹാരാധനയുടെ മുന്നിൽ ഈ പാപമേഖലയാണ്, ഇതിന്റെ പുറകിൽ പിശാചാണ്, ഈ പൈശാചിക ശക്തിയാണ് ഇത്തരം ജെബിനെ പോലുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും ഈ ക്രിസ്തീയ സമൂഹം മനസ്സിലാക്കട്ടെ. ഈ പാപത്തിൽ നിന്നും, ഈ തിന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഇനിയെങ്കിലും ഈ ക്രിസ്തീയ സമൂഹം പിന്തിരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ആരെങ്കിലും കൃപാസനത്തിൽ പോയി ഉടമ്പടി വെക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ. ഒന്ന്, കൃപാസനം ഉടമ്പടി യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾക്കെതിരെ ചെയ്യുന്ന, അവന്റെ രക്തത്തിന്റെ ഉടമ്പടിയായ പുതിയ ഉടമ്പടിക്കെതിരെ ചെയ്യുന്ന, വിശുദ്ധ കുർബാനയ്ക്കെതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒരേ ഒരു ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ചെയ്തിരിക്കെ ഇനി പാപത്തിന്റെ പരിഹാരത്തിന്, നിത്യജീവന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഒരു മനുഷ്യനും ഒരു വിഗ്രഹത്തോടും ഒരു മനുഷ്യരോടും ഉടമ്പടി ചെയ്യാൻ പാടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നവർ ദൈവരാജ്യത്തെ പ്രതി, യേശുവിന്റെ വചനത്തെ പ്രതി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ദൈവവചനം എന്തു പറയുന്നു, അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് സാക്ഷ്യം നൽകുന്നു എന്ന് നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.